നാരായണ. ഓം. ശ്രീമദ്ഭാഗവത മഹാപുരാണം ദശമം 87 ശ്ലോകം 17 ശ്രുതിഗീതയില് 14, 15, 16, 17 നാലാമത്തെ ശ്ലോകം. ഓം. ധൃതയ ഇവ ശ്വസന്തി അസുഭൃതോ യതി തേനുവിധ മഹദഹമാദയോണ്ടമസൃജൻ യദനുഗ്രഹത പുരുഷവിധോന്വയോത്ര ചരമോന്നമയാദിഷു യ സദസദ പരം ത്വമഥ യദേഷ്വവശേഷമൃതം. പദച്ഛേദം. ധൃതയ ഇവ, ഉലകൾ പോലെ. ധൃതയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരുവാൻ്റെ കാലയിൽ ഒലോക്ക് ഉണ്ടല്ലോ, കാറ്റ് അടിക്കുക, എന്നിട്ട് തീ ഇങ്ങനെ കത്തിക്കുക. അപ്പോൾ കാറ്റ് അടിക്കുന്നതിനാണ് ഒലോക്ക് എന്ന് പറയാം. തീയിന് കത്തിക്കലോ അതൊന്നും വിഷയമല്ല. എന്നാൽ ടേബിൾ ഫാൻ അങ്ങനെയാണോ വരിക ചോദിച്ചാൽ ശരിയാ, അതല്ല. കാറ്റിനെ സക്ക് ചെയ്ത് വിടുന്ന ഒരു സമ്പ്രദായം. നമ്മൾ ശ്വാസം വലിക്കുന്നതിനെ ഉദാഹരിക്കുകയാണ്. ശ്വാസം വലിക്കണോ, അത് അകത്തേക്ക് എടുക്കണോ പുറത്തേക്ക് വിടണോ, അതിനെ ഉദാഹരിച്ചത് ഒരു ഒലോക്ക് പോലെ. ശ്വാസം വലിക്കുന്നു, അതേപോലെ അത് പുറത്തേക്ക് വിടണം. ഒലോക്ക് ഇങ്ങനെ തിരിച്ചുണ്ടാക്കണം. അപ്പം ഈ ഒരു ഇതുപോലെ ധൃതയ ഇവ, ഉലകളെ പോലെ, ശ്വസന്തി, ജീവികള്, നമ്മള്, ഇതൊക്കെ മനുഷ്യരെ പറ്റിയാണ് കൂടുതൽ പറയുന്നത്. കാരണം ബുദ്ധിയുള്ളവര് എന്ന് നിലയ്ക്കാം. വേദത്തെ പ്രയോഗിക്കാൻ കഴിവുള്ളവരൊക്കെ ബുദ്ധിയുള്ളവരാണ്. വേദത്തെ അനുശാസിച്ചാണ് എല്ലാവരും ചെയ്യുന്നതെങ്കിലും നമുക്ക് വിശകലനം ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മളെ ഉദാഹരിക്കാനുള്ള കാരണം. എന്നാൽ നമുക്കാണ് നേരിട്ട് മുക്തി കിട്ടുക എന്നൊരു സങ്കല്പമുണ്ട്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അങ്ങനെ ശ്വസിക്കുന്നു. അപ്പം ശ്വസനം എല്ലാവരും ചെയ്യുന്നുണ്ട്. ജീവികളൊക്കെ ശ്വസനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തിര്യജാതി ആയാലും മർത്യരായാലും ഒക്കെ ശ്വസനം നിർബന്ധമാണ്. അങ്ങനെ ശ്വസിക്കുന്ന അസുഭൃത, ജീവിക്കുക. അസുഭൃത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കുക എന്ന് മാത്രമല്ല, അതിൻ്റെ അർത്ഥം അസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ അസുക്കളാണ്. അതായത് വേണ്ടതിനെ സ്വീകരിക്കാതിരിക്കുക, വേണ്ടാത്തതിനെ സ്വീകരിക്കുകയും ചെയ്യുക, അതിനെ ഉപയോഗിക്കുക. അപ്പോൾ അസുഷു രമന്തേ ഇതി അസുര എന്ന് നമ്മൾ അസുരന്മാർക്ക് വ്യാഖ്യാനം പറയാറുണ്ട്. അപ്പം അതിൻ്റെ സാരം എന്താ വെച്ചാൽ, ചീത്ത കാര്യങ്ങളിൽ മനസ്സ് വ്യാപരിക്കുന്നവരൊക്കെ അസുരന്മാരാണ്. ബ്രാഹ്മണരായാലും മഹാപണ്ഡിതന്മാരായാലും ഭക്തന്മാരായാലും പലപ്പോഴും ഈ ചീത്ത കാര്യങ്ങളിൽ മനസ്സ് വ്യാപൃതമാവേണ്ടി വരും. അത് ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ്. 24 മണിക്കൂറും നമുക്ക് നല്ലതിൽ മാത്രം വെക്കാൻ പറ്റില്ല മനസ്സ്. ചിലതൊക്കെ ചീത്തകൾ വരും. സ്നാനാദികളൊക്കെ അതിലെ വിടുക. സ്നാനം ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നെ സാത്വികത്തിലെത്തുക. അപ്പം അതൊരു വ്യത്യാസമാണ്. നല്ലോണം മനസ്സിരുത്തായിട്ട് വേണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പഴയ്ക്കും. അടിച്ചു വരുന്നത് ആ സമയമൊക്കെ സ്വതേ ചീത്തകളിലൂടെയാണ് പോവുക. അത് കഴിഞ്ഞാൽ അത് നന്നാവുകയും ചെയ്തു, സാത്വികത്തിലേക്ക് എത്തി. എന്ന കൂട്ടത്തിൽ ഇവിടെ അസുഭൃത, അത് ഉള്ളവരായിട്ടുള്ള, അത് ഭരിക്കുന്നവരായിട്ടുള്ള, നമ്മളെ ഭരിക്കുന്നത് സ്വതേ ഇന്ദ്രിയങ്ങളാണ്. മനസ്സും ഇന്ദ്രിയങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത്. അതില്ലാച്ചാൽ നമ്മളില്ല. ഒരെണ്ണത്തിന് വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ അംഗവൈകല്യം, കയ്യും കാലും ഇല്ലാത്ത പോലെയല്ല. കണ്ണും മൂക്കും ചെവിയും തൊടാനുള്ള സ്പർശശക്തിയൊന്നും ഇല്ലാച്ചാൽ പ്രശ്നമായി. കുഷ്ഠമൊക്കെ അതിലെ വിടാം, ആഘോഷിയാവും. അപ്പോൾ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ, ഇപ്പോൾ ഓട്ടിസം വന്നാൽ കഴിഞ്ഞു. അപ്പോൾ അയാൾ ജീവിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ 6 നല്ലോണം വർക്ക് ചെയ്താൽ മാത്രമേ മറ്റു കാര്യങ്ങളൊക്കെ സുഖാവുള്ളൂ എന്ന് സാരം. നമ്മുടെ ദേഹത്തിനൊരു അസുഖം വന്നു വെച്ചാൽ, അതേപോലെ ജ്ഞാനം പൂർണ്ണമായിട്ടില്ല വെച്ചാൽ, കൂട്ടാൻ വയ്ക്കാൻ അടുക്കളയിൽ കയറി ഉപ്പ് എത്ര ഉണ്ടെന്ന് ശരിയാ, മുളക് എത്ര ഉണ്ടെന്ന് ശരിയാ, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, IAS ഒക്കെ ഉണ്ട്. അപ്പം അത് പറ്റില്ല വെച്ചാൽ ആ കാര്യം പഴച്ചു എന്നർത്ഥം. എനിക്ക് കൂട്ടാൻ വയ്ക്കാനൊക്കെ അറിയാം, പക്ഷേ IAS പഠിപ്പൊന്നുമില്ല, അതൊക്കെ തരികിടയിൽ വാങ്ങിയതാ. അപ്പോൾ ആ ഒരു
പോസ്റ്റിൽ ഇരിക്കുകയാണെന്ന് വെച്ചാൽ, ഒരു കളക്ടറുടെ പോസ്റ്റിൽ ഇരിക്കുക വെച്ചാൽ അത് കൂട്ടിയാൽ പറ്റില്ല, ആ പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല. വേണ്ടത് വേണ്ടപ്പോൾ പ്രയോഗിക്കാനുള്ള കഴിവ് വേണമെന്ന് അർത്ഥം. അപ്പോൾ ഇന്ദ്രിയങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളത്, ആ ഇന്ദ്രിയങ്ങളെ നമ്മൾ കീഴ്പ്പെടുത്തണം എന്നതാണ്. നമ്മളെ ഭരിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്, പക്ഷേ ആ നമ്മളെ ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തണം. അപ്പം അത് ശ്രമകരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. അസുഭൃത യതി, അങ്ങനെയാണെങ്കിൽ തേ അങ്ങയുടെ അനുവിധാഹ, ഈ അങ്ങയാൽ വിധാനം ചെയ്യപ്പെട്ടതിനെ അനുസരിക്കുന്നവർ എന്നാണ് അനുവിധാഹ. ഭഗവാനാൽ ചിലത് നിശ്ചയിക്കപ്പെട്ടു, അത് നമ്മളൊക്കെ പാലിച്ചു വരികയാണ്. അത് പാലിക്കാതിരിക്കാൻ പറ്റൂല. രാവിലെ നേരിട്ട് കുളിക്കാതെ കണ്ടൊക്കെ ഞെരുക്ക, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ശീലിച്ചതേ പാലിക്കൂ, കുളിക്കാത്തവർ ഇത്ര ആൾക്കാരുണ്ട്. അപ്പം അത് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഭക്ഷണം കഴിക്കൽ എങ്ങനെയാ? അതില്ലാണ്ട് പറ്റുമോ? ഭക്ഷണം കഴിക്കാത്ത ആൾക്കാർ കുറണ്ട്. അപ്പോൾ ഈ വിശ്വസ്ത അനുചരന്മാരായിട്ട് മഹത്ത്, ഇതിൽ ഏറ്റവും മഹത്തത്വം, ഭൗതിക ശക്തിയിലെ ഏറ്റവും മഹത്ത് അഹം. അതേപോലെ അടുത്തതാണ് ഞാൻ. ആദയ, അത് പദച്ഛേദമാണ് വായിക്കണത്, അർത്ഥമല്ല. ഓരോ പദങ്ങളുടെ അർത്ഥമാണ് വായിക്കണത്. കൂട്ടിച്ചേർക്കൽ അന്വയത്തിലോട് കൂടെ കൂട്ടിച്ചേർത്താലേ മനസ്സിലാവുള്ളൂ. അപ്പം ആദ്യം പദച്ഛേദം കിട്ടിയാലാണ് മറ്റത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യമാണ് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ചിലരിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം കുറച്ചാണ് കേൾക്കും, എനിക്കൊന്നും മനസ്സിലാവണില്ല, ഞാൻ ഓഫാക്കി എന്ന് പറയണവരുണ്ട്. ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക. ആകെ 10 മിനിറ്റോ 15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അത് ഈ അഹം, ഞാൻ, അല്ലെങ്കിൽ ഞാൻ എന്നുള്ള ബോധം ദേഹബോധമാണ്, അല്ലാണ്ട് ഞാൻ എന്നുള്ള ജീവബോധത്തിലല്ല നിൽക്കണം. ആദയഹ, ഇതൊക്കെ ഇങ്ങനെ ഓരോന്നും അണ്ടം, ഈ ബ്രഹ്മ അണ്ടം, അതാണ് അണ്ടം. ഈ അണ്ടത്തിലെ അസൃജൻ, ഇതിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. അത് ഏതൊന്നാണോ അനുഗ്രഹ നിമിത്തം പുരുഷവിധ, ഭഗവാന്റെ അനുഗ്രഹ നിമിത്തം ഈ ജീവാത്മാവിൻ്റെ പുരുഷവിധ, പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ എന്നുള്ള അർത്ഥമാണ്. പുംസാം, അതും ഭഗവാൻ വിധാനം ചെയ്തതാ. ദേഹം, അതിൽ ഇന്ദ്രിയങ്ങൾ, അതേപോലെ തന്നെ ഈ ജീവനെ അതിൽ ചേർത്ത് വരുമ്പോൾ കാമബാക്കി കർമ്മബാക്കി. അതുകൊണ്ടാണ് ഷഡ്വൈരിയൊക്കെ വരണത്. ഷഡ്വൈരി ഷഡൂർമികളൊക്കെ വിശ്വന്താഹമൊക്കെ ഉണ്ടാവുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതില്ലാച്ചാൽ നമുക്ക് നിലനിർത്താൻ പറ്റില്ല. അതിൻ്റെ അടുത്തതാണ് അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പഞ്ചക്ലേശങ്ങൾ, സപ്തവ്യസനങ്ങൾ. അതുമൂലം ഉണ്ടാവുന്നതാണ് ഈ ആധി 3, ശോകം 3 ഒക്കെ. അപ്പം ഇതൊക്കെ പുരുഷവിധ ആണ്. ഈ ജീവന് ഇങ്ങനെയൊക്കെ വിധിച്ചിട്ടുണ്ട്. അത് പലതും പല ശരീരത്തിലാണ് പല ജീവനുകളും നിൽക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ തന്നെ എത്ര തരത്തിൽപ്പെട്ടതായിട്ടുള്ള മനുഷ്യ ശരീരമുണ്ട്. ജാതിക്രമം ഒന്നത്, പ്രായക്രമം ഒന്നത്, ലിംഗം വ്യത്യാസം, ആണും പെണ്ണും, നപുംസകവും, ഇങ്ങനെ 3 ഭാവത്തിലുണ്ട് സ്വത. അപ്പോൾ ഇതൊക്കെ വിധാനം ചെയ്തതാരാ? ഭഗവാനാണ്. അതിലാണ് ഈ ജീവൻ കിടക്കുന്നത്. അന്വയ, അതിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അത്ര ഇതിൽ ചരമഹ, ഏറ്റവും ഈ അങ്ങനെ ഉള്ള ഈ അന്നമയ ആദിഷു, ഇതിൽ കൂടെ കടന്നു പോകുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇല്ലാണ്ട് കാണാതെയാവണു. അതിൽ അന്നമയ ആദിഷു പഞ്ചകോശങ്ങൾ. ഈ പഞ്ചകോശങ്ങളിൽ യഹ, ആരാണോ സത് അസതഹ, സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിൽ നിന്നും സത്ത് അസത്ത്. സത്ത് അസത്ത് 2 ഭാവമാണ്, ഒന്ന് നല്ലത് ഒന്ന് ചീത്ത. അത് രണ്ടും കൂടിയാലേ ഇതാവുള്ളൂ. അപ്പോൾ ഇവിടെ സ്ഥൂലവും സൂക്ഷ്മവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയുണ്ട് വ്യാഖ്യാനങ്ങൾ കുറേ ഉണ്ട്. സത്തും അസത്തും, അതിൽ നിന്നും പരം, അത് അല്ലാത്തതായിട്ടുള്ള ഒന്ന്, ത്വം ഭഗവാനെ അങ്ങ്, അഥാ ഇപ്പോ അങ്ങനെ ഒന്നുണ്ട്, അതേ ഉള്ളൂ. യത് യേഷു, ഇതിൽ അവശേഷം, ഈ ബാക്കിയാകുന്നത് ഋതം, സത്യം. ഇപ്പോൾ അതിൻ്റെ
പദച്ഛേദാണ് പറഞ്ഞത്. ഏകദേശം ഒരു സാരാർത്ഥം എന്ന് പറയാം. ഭഗവാന്റെ വിശ്വസ്ത അനുചരന്മാരായിട്ട് ഭക്തന്മാരോ അതല്ലെങ്കിൽ ഭഗവാനെ അനുകൂലിക്കുന്നവരോ ഭഗവത്വത്തെ ഈശ്വരഭാവത്തെ അനുകൂലിക്കുന്നവരോ മാറുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ശ്വാസോച്ഛ്വാസം ചെയ്ത് ജീവിക്കുന്നവര് വാസ്തവത്തിൽ ജീവിക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ ഒലോക്ക് ജീവിക്കണില്ല. നമ്മൾ വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് ജീവിക്കുന്നു, താരതമ്യം ചെയ്യണം. മയിൽപീലി ഒന്നും കാണുന്നില്ല. അങ്ങനെ നമ്മുടെ കണ്ണ് ഉപയോഗമില്ലാണ്ട് ആക്കരുത്. ഭഗവാനെ കാണണം എന്ന് പറയാനാ. ഒലോക്ക് പോലെ ശ്വസിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ശ്വസിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഭഗവാന്റെ തൃപ്പാദത്തിലെ നമ്മൾ അർച്ചിച്ചതായിട്ടുള്ള തുളസിയുടെ മണം അത് സ്വീകരിക്കണമെന്നാ. അർച്ചിക്കാത്ത തുളസി സ്വീകരിച്ചാൽ വേറെ ഗുണം. അർച്ചിച്ച തുളസി, പാദ തുളസി തന്നെ വേണം. ഭഗവാന്റെ മാല ഇന്ന് ചാർത്തി നാളെ അത് പുറത്തേക്ക് ഇട്ടു വെച്ചാൽ അതിലൊരു മണമുണ്ട്. ആ മണത്തെ സ്വീകരിക്കണം. മാലയൊക്കെ ചാർത്തുമ്പോൾ നല്ലോണം മനസ്സിരുത്തണം. ഒക്കെ പ്രശ്നമാണ്. മാല കെട്ടുമ്പോൾ മനസ്സിരുത്തണം, മാല ചാർത്തുമ്പോൾ മനസ്സിരുത്തണം. അതിൽ അശന്ധകളൊന്നും വരാൻ പാടില്ല. അത് വളരെയധികം സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ഒക്കെ പ്രശ്നമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കുക, മാല ചാർത്തുമ്പോൾ നമ്മുടെ കഴുത്തിൽ ഈ മാല ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാവുക? ഇതറിഞ്ഞിട്ട് വേണം മാല കെട്ടാൻ. അങ്ങനെ കെട്ടുന്നുണ്ടോ? ഇതിൽ ഓരോരുത്തർക്കും ഇതിൽ ഭാഗവതത്തിലെ പ്രത്യേകത ഉണ്ട്. ഒരാളി ഒഴിവാക്കിയിട്ടില്ല. വിമർശനം നല്ലോണം ഉണ്ടാവും. ഇത് എന്നെ പറ്റിയല്ലേ എന്ന് നമുക്ക് തോന്നും. എല്ലാവർക്കും തോന്നും. എത്ര താഴെ ഇരിക്കുന്നയാൾക്കും എത്ര ഉയർന്ന് ഇരിക്കുന്നയാൾക്കും ഭാഗവതത്തിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാ പുരാണങ്ങളിലും ഉണ്ടാവും, ഭാഗവതത്തിൽ കുറച്ച് അധികം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ തന്നെ കഥയാണല്ലോ എന്ന് തോന്നും. അപ്പൊ ഈ കോശങ്ങൾ മുഴുവൻ ഇപ്രകാരത്തില് നമ്മെ ഭരിക്കുന്നുണ്ട് എന്നറിയാം. ഇവിടെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് ജീവിതത്തിൽ ജീവിക്കുന്നുണ്ട് എന്നത് അനുഭവപ്പെടണമെങ്കിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തണം നമ്മുടെ ത്രികരണങ്ങൾ. അതാണ് മനസ്സുകൊണ്ട് വിചാരിക്കുന്നതും വാക്കുകൊണ്ട് പറയുന്നതും ദേഹേന്ദ്രിയാദികളെ കൊണ്ട് പ്രവർത്തിക്കുന്നതും. അത് ഭഗവതോന്മുഖമാക്കണം. അതല്ലെങ്കിൽ ആ ശ്വാസം വെറുതെ വലിച്ചുണ്ടാക്കുകയാണ്, ഒലോക്ക് പോലെ. അതേപോലെ മഹത്തത്വം, അഹങ്കാരം മുതലായ തത്വങ്ങള് ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി മഹത് അഹങ്കാരാദി എന്നാണ്. അത് കഴിഞ്ഞ് പഞ്ചഭൂതങ്ങളും തന്മാത്രകളും ഇന്ദ്രിയങ്ങളും ഇങ്ങനെ 23 തത്വങ്ങളെ കൊണ്ടാണ് സ്വതവേ ഉണ്ടാക്കിയത് പ്രപഞ്ചം. പ്രകൃതി മഹത് അഹം. അതിൽ ഈ അഹം ആണ് സത്വരജ സമോ ഗുണങ്ങൾ. അപ്പോൾ പ്രകൃതി മഹത്ത് കഴിഞ്ഞിട്ട് 2ഉം 3ഉം 5. പ്രകൃതി മഹത്ത് അഹം 5 തത്വങ്ങളായി. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഈ പഞ്ചഭൂതങ്ങളും തന്മാത്രകളും 10ഉം പിന്നെ 10 ഇന്ദ്രിയങ്ങളും. അപ്പോൾ 10 10 25 25. അതിനുശേഷമാണ് മനസ്സ് വരുന്നത്. അതിൽ 4 ഉണ്ട്. അപ്പോൾ 25ഉം 4ഉം 29. ഒരു അവിഭാജ്യ ഘടകമാണ്. ഈ 29ലേക്കാണ് ജീവൻ 30 ചേർക്കണത്. ഈ ജീവനെ എനിക്ക് ചേർക്കണമെങ്കിൽ ഈ ദേഹത്തിൻ്റെതായിട്ടുള്ള പൂർത്തീകരണം നടക്കണം. അപ്പോൾ 30ാമത്തെ ദേഹവും 31ാമത്തെ ജീവനും ആണ്. ഇനി 31ാമത്തേത് ഈ ജീവൻ അങ്ങോട്ട് ചേർക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചേർക്കണം. അതിൽ ആദ്യത്തെയാണ് 10 പ്രാണങ്ങൾ. അതേപോലെ ദേഹം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ സപ്തധാതുക്കളിലൂടെയാണ്. അപ്പോൾ 10 7 17 തത്വം അവിടെയായി. അപ്പോൾ 30ഉം 17ഉം 47. 10 പ്രാണങ്ങളും സപ്തധാതുക്കളും. ഇപ്പം 47ഉം അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് പഞ്ചകോശങ്ങൾ. അപ്പം 52ആയി. 53ാമത്തെയാണ് പിന്നെ ഈ ദേഹം വരിക, ഈ ജീവൻ വരിക. 53ാമത്തേത് ഈ
ജീവൻ ചേർക്കണമെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു ഭാവമുണ്ട്. അതാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ. അപ്പോൾ 53, 3, 56 അക്ഷരം 56 അക്ഷരങ്ങളെ 56 കണ്ടുപിടിക്കുന്ന വെച്ചാൽ ലേശം പ്രയാസമുണ്ട്. കൂട്ടക്ഷരത്തോടു കൂടി ചേർത്താലേ 56 അക്ഷരം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചില്ലക്ഷരങ്ങളോട് ചേർത്താലേ കിട്ടുള്ളൂ. ഇപ്പോൾ 49 അക്ഷരങ്ങളാണ് ഉള്ളത്. 47 + 2 ആണ് 49. 47 എന്നുള്ളത് നമ്മൾ താത്വികമായിട്ട് പറഞ്ഞു. ദേഹവും ജീവനുമായ 49 പിന്നെ 49ഉം 7ഉം 56. ആ 7ആണ് ഈ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. പോട്ടെ. 121 തത്വങ്ങൾ ഇങ്ങനെ പോസിറ്റീവായിട്ടും ഇനി നെഗറ്റീവ്സും ഉണ്ട്. നെഗറ്റീവ്സും തത്വങ്ങളാണ്. 41 നെഗറ്റീവ്സ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ 56ഉം 40ഉം 96, 97 തത്വങ്ങൾ അവിടെ. അപ്പം ഇങ്ങനെ എഴുത്തച്ഛനതിൽ 96 തത്വങ്ങളാണ് പറഞ്ഞത്. തത്വങ്ങൾ കുറേ കിടക്കുന്നുണ്ട്. പറയുമ്പോൾ എല്ലാം തത്വങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. കാരണം ഈ ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകൾ 14 നേരിട്ട് ബാധിക്കുന്നതുണ്ട്. ഇപ്പോൾ 97, 4, 98, 97, 4, 101, 101, 10, 121 നേരിട്ടാണോ ഞാൻ പറഞ്ഞത്? 121 തത്വം എന്തായാലും ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതല്ലാതെ കണ്ടും തത്വങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം അതിങ്ങനെ കൂടിക്കൂടി വരിക. ഒക്കെ താത്വികമായിട്ട് എടുക്കണം. ഇതൊരു കടലാണ്. എങ്ങനെയാണ് കടലാവണത് എന്നുള്ളത് ഇങ്ങനെയാണ്. കടലാണെന്ന് എല്ലാവരും പറയും. അപ്പോൾ ഓരോന്നിലും ഈ ജ്ഞാനം ഒളിഞ്ഞിരിക്കുകയാണ്. നമ്മളത് കണ്ടെത്തണം. ഇനി അടുത്തത് 14 ലോകങ്ങളായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി യോജിക്കുമ്പോൾ വീണ്ടും പലതും വരുന്നുണ്ട്. അപ്പം 121ഉം 14 ഇത് താത്വികമാണെന്നാ. $135 അപ്പം തന്നെ ഇതിങ്ങനെ കൂട്ടി എല്ലാം താത്വികമായിട്ട് കണക്കാക്കുമ്പോൾ മാത്തമാറ്റിക്കലി ഡിസൈൻഡ് ബൈ ഹിം, അത് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. അപ്പം എല്ലാറ്റിനും കാരണം മൂലമാണ് ആര്? ഭഗവാൻ. അത് പറയാണ് അപ്പോൾ പറഞ്ഞത്. ഭഗവാനാണ് എല്ലാറ്റിൻ്റെയും കാരണം. ഇങ്ങനെ ഈ ബ്രഹ്മാണ്ടത്തിൽ ഓരോരോ താത്വികങ്ങൾ, മൂലകങ്ങൾ, അതിൻ്റെ ബേസ് ഇതാണ് എന്ന് പറഞ്ഞ് അത് കാരണക്കാരനായിട്ടുള്ള ഈ ഭഗവാന സൃഷ്ടിക്കപ്പെട്ടു. അതിൽ അന്നമയം തുടങ്ങിയിട്ടുള്ള ഈ പഞ്ചകോശങ്ങളാണ് നമുക്കുണ്ടാകുന്ന വിചാരാദികളെ സച്ചിദാനന്ദത്തിലേക്ക് എത്തിക്കുന്നത് വരെ. തമോ ഗുണത്തിൽ തുടങ്ങി തമസ് കഴിഞ്ഞ് രജസ്, രജസ് കഴിഞ്ഞ് സാത്വികം, സാത്വികം കഴിഞ്ഞ് ശുദ്ധസത്വം, ശുദ്ധസത്വം കഴിഞ്ഞിട്ട് സച്ചിദാനന്ദം. തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം, ശുദ്ധസത്വം, അത് കഴിഞ്ഞിട്ട് വേണം ഈ പരമമായിട്ടുള്ള സച്ചിദാനന്ദത്തിലേക്ക് എത്താൻ. അത് ജീവാത്മാവിന് അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിൽ ജീവാത്മാവിനൊപ്പം ഈ ഭൗതിക ആവരണങ്ങൾക്ക് ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നു ചെന്ന് ആ ജീവൻ കൈക്കൊള്ളുന്നതായിട്ടുള്ള ഓരോരോ ശരീരങ്ങളിൽ ഓരോരോ രൂപങ്ങളായിട്ട് വന്ന് ഈ തത്വങ്ങളിലൂടെ ഒക്കെ ജീവിച്ചു കൊള്ളുകയാണ്. സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും വ്യഷ്ടിയിലും സമഷ്ടിയിലും. ഇപ്പോൾ ഭൗതികത അത് ഭഗവാനാൽ സൃഷ്ടിക്കപ്പെടുന്നു. അതിൽ ഈ നാനാത്വം ഇത്രയും വ്യത്യസ്തമായിട്ട് ഇത് ചെയ്യുന്നത് മുഴുവൻ ആരാണ്? അതിൻ്റെ ബേസ് മുഴുവൻ ഈശ്വരൻ ആണ് എന്ന് പറയാനാണ് ഈ ശ്ലോകം പറഞ്ഞത്. അപ്പോൾ അതൊരു വാച്യാർത്ഥത്തിനേക്കാൾ കൂടുതൽ അതിന് വ്യാഖ്യാനത്തിനാണ് പ്രാധാന്യം. അതാണ് ആകെ ഒരു ഉദാഹരണമേ ഉള്ളൂ. അത് ഒലോക്ക് പോലെ ശ്വസിക്കരുത്. നമുക്ക് ചിന്തിക്കാൻ ധാരാളം ഉണ്ട് എന്ന് സാരം. അതാണ്. അപ്പോൾ ഇതിൽ ഒരു പ്രധാന കാര്യം പറഞ്ഞത്, നമ്മൾ ഈ
ജീവിക്കുന്നത് ജീവിക്കുവാൻ വേണ്ടിയിട്ട് ജീവിക്കല്ല, പ്രാരബ്ധത്തെ തീർക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുകയാണ്. ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നവര് തിര്യജാതികള് ജീവിക്കാൻ വേണ്ടി ജീവിക്കുകയാണ്. അവരറിയാതെ കണ്ടാണ് പ്രാരബ്ധം തിന്നണത്. മരങ്ങള് അവര് അറിയാതെ കണ്ട് അവരുടെ പ്രാരബ്ധം തീർക്കുകയാണ്. നമ്മൾ അങ്ങനെയല്ല, നമ്മളത് അറിഞ്ഞുകൊണ്ടാണ് കാരണം നമുക്ക് വിശേഷ ബുദ്ധിയുണ്ട്. ഇപ്പൊ ഇതില് അന്വയം പറഞ്ഞിരിക്കണു, അസുഭൃത തേ. ഈ മനുഷ്യര്, അസുഭൃത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മനുഷ്യരല്ല. ശരിക്ക് ഈ അസു എന്നുള്ളത് തമോ ഗുണം ആയതുകൊണ്ട് അത് അസുരന്മാര് അല്ലെങ്കിൽ രാക്ഷസന്മാര് എന്നുള്ള അർത്ഥത്തിലാണ്. മനുഷ്യര് അതിലേക്ക് എത്തിയിരിക്കണോ എന്ന് മാത്രമേ ഉള്ളൂ. ഇത് എല്ലാ കാലത്തും ഇങ്ങനെയാണോ ചോദിച്ചാൽ ശരിയാ. എങ്കിലും സാത്വികതയിലും ഇതുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് അസുഹൃത മനുഷ്യർ. തേ അങ്ങയുടെ അനുവിധാഹ അനുചരിക്കുക, ഭഗവാന്റെ വേദം, വാക്കുകൾ വേദം, ആ വേദത്തെ അനുസരിക്കുന്നവര് ഭവന്തി യതി അങ്ങനെ ഭവിക്കുന്നുണ്ടെങ്കിൽ അവര് ശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഒലോക്ക് പോലെയാണ്. അതാണ് അന്യഥാ ധൃതയ ഇവ. അതല്ലെങ്കിൽ അവര് ഉലകൾ പോലെയാണ് ശ്വസിക്കുന്നത്. ഒരു പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നർത്ഥം. ഈ ഒലോക്കിന് പ്രത്യേകിച്ച് ഒരു ലാഭമില്ല. അടി കൊള്ളുന്നത് ചെണ്ടയാണ്, കാശ് വാങ്ങുന്നത് മാരാരാണ്. അപ്പൊ നമ്മൾ എന്ത് വേണം, ഇതിനെ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് വേണം ജീവിക്കാൻ എന്ന് സാരം. ഇങ്ങനെ മഹദ് അഹമാദയ, മഹത്തത്വം അഹങ്കാരം തത്വം തുടങ്ങിയിട്ടുള്ള ഓരോന്നും ഇത് അനുഗ്രഹത, ഭഗവാന്റെ അനുഗ്രഹം നിമിത്തമാണ് ഉണ്ടായത്. എവിടെ? ഈ അണ്ഡത്തില്, അണ്ഡം അല്ലെങ്കിൽ ഈ തത്വങ്ങളെ കൊണ്ടാണ് അണ്ഡത്തെ ഉണ്ടാക്കിയത്, ബ്രഹ്മാണ്ഡത്തെ ഉണ്ടാക്കിയത്. ആസൃജൻ സൃഷ്ടിച്ചു. പുരുഷവിധ അതില് ഈ പുരുഷ സ്വരൂപനായിട്ട് ജീവൻ അത്ര അന്വയ ഇവയിൽ ചേർന്നിരിക്കുന്നു. ഇപ്പൊ നമ്മള് ഈ ശരീരത്തിലെ വ്യഷ്ടിയില് സമഷ്ടി ആണ് സ്ഥൂലരൂപം, സൂക്ഷ്മരൂപം അതിന്റെ വ്യഷ്ടിയാണ്. അപ്പൊ അതിലാണ് നമ്മൾ ഉള്ളത്. ഇപ്പോൾ പ്രപഞ്ചത്തിന് അംശമായിട്ടുള്ള ദേഹം, പ്രപഞ്ചം സമഷ്ടിയാണ്, ദേഹം വ്യഷ്ടിയാണ്. അപ്പൊ ആ വ്യഷ്ടിയിലാണ് ഈ ജീവൻ ഇരിക്കുന്നത്. നമ്മൾ സ്വതേ അസ്വതന്ത്രരാണ്, ഒരു സ്വാതന്ത്ര്യമില്ല. അപ്പൊ ഈ സ്വാതന്ത്ര്യമില്ലാത്ത നമുക്ക് കുറേ സ്വാതന്ത്ര്യങ്ങൾ ഭഗവാൻ തന്നിട്ടുണ്ട്. ആ തന്നിട്ടുള്ള സ്വാതന്ത്ര്യം അത് സ്വയം ഇച്ഛയ്ക്കനുസരിച്ച് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമയക്രമത്തിനനുസരിച്ച് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. ആവേഗങ്ങളെ പോലും നിയന്ത്രിക്കാൻ പറ്റും. സ്വതേ ആവേഗങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഡോക്ടർമാര് ആയുർവേദമായാലും അലോപ്പതി ആയാലും ഹോമിയോപ്പതി ആയാലും ആവേഗങ്ങളെ നിയന്ത്രിക്കരുത്, സ്വതന്ത്രമായിട്ട് വിട്ടുകൊടുക്കണം എന്ന് പറയും. പക്ഷേ ആവേഗങ്ങൾ വരാതിരിക്കാൻ വേണ്ട നിയന്ത്രണങ്ങൾ ആഹാര സ്വീകരണത്തിലൂടെ, അതേപോലെ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്ന ശീലങ്ങളിലൂടെ, പ്രാണായാമാദികളിലൂടെ, സാത്വികമായിട്ടുള്ള ആഹാരം സ്വീകരിക്കുന്നതിലൂടെ, എരിയും പുളിയും വിരുദ്ധാഹാരവും കഴിക്കാതെ കണ്ട് ആവേഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോ ഇത് ഇപ്രകാരത്തിലാണ് വേണ്ടത് എന്ന് വിന്യസിച്ചിട്ടുള്ള അതേ ഭഗവാൻ തന്നെ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞുവെങ്കിലും നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ ഭഗവാൻ തന്നിട്ടുണ്ട്. അത് ജ്ഞാനം കൊണ്ടേ കിട്ടുള്ളൂ, വിശേഷ ബുദ്ധി കൊണ്ടേ കിട്ടുള്ളൂ. അങ്ങനെ വിശേഷ ബുദ്ധി ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഈ പഞ്ചകോശാന്തരം ഭഗവാൻ അതിൽ ഇരിക്കേണ്ടതാ. പഞ്ചകോശാന്തര സ്ഥിത ആണ് ഭഗവാൻ. അന്നമയം, അമൃതമയം, ജ്ഞാനമയം, ആനന്ദമയം, മനോമയം. അതിൻ്റെ ഇടയ്ക്കൊരു മനോമയം ഉണ്ട്. അന്നമയം, അമൃതമയം, മനോമയം, ജ്ഞാനമയം അല്ലെങ്കിൽ വിജ്ഞാനമയം, രണ്ടും കൂടി ചേർന്നാലേ ആവുള്ളൂ. പിന്നെ സച്ചിദാനന്ദമയം. അപ്പോൾ ഇവിടേക്ക് എത്തണമെങ്കിൽ ഈ അന്നമയം മുതലായിട്ടുള്ള കോശങ്ങള് അതില് ഉപദിശ്യമാനേഷു ഉപദേശിക്കപ്പെട്ടിരിക്കുന്ന ഈ കാര്യത്തില് ചരമഹ ഒടുക്കത്തേത്, ഏറ്റവും ഒടുക്കത്തേത് യാതൊന്നാണോ സഹാത്വം, അതായത് നമ്മൾ ഈ ശരീരത്തെ നമ്മൾ ഉപേക്ഷിച്ചു. അത് പിന്നെ മനസ്സ് ജീവനോട് കൂടിയിട്ട് ബ്രഹ്മത്തിലേക്ക് ലയിക്കണം.
എന്നാൽ ഒരു കൂട്ടിച്ചേർക്കപ്പെട്ട രീതിയിലാണ് വരിക. ഒരു അഡീഷണൽ പടവ് അങ്ങനെയാണ്. അതങ്ങനെ അല്ലാണ്ട് ആവണം വെച്ചാൽ അതായിട്ട് മാറണം. ആ സെപ്പറേഷൻ കാണരുത്. അങ്ങനെ വേണം. അങ്ങനെ ഒടുക്കത്തേത് ഏതാണ്? ഈ ബ്രഹ്മമാണ്. ബ്രഹ്മമാണ്. ബ്രഹ്മാണ്ടം അങ്ങോട്ട് ചെന്ന് ലയിക്കുമ്പോൾ, ഈ ബ്രഹ്മാണ്ടം ബ്രഹ്മത്തിലേക്ക് ചെന്ന് ലയിക്കുമ്പോൾ ബ്രഹ്മമായിട്ട് മാറുക എന്ന ഒരു അവസ്ഥ വരും. സങ്കല്പിക്കുക. കാലം ദേശമൊക്കെ വ്യത്യാസമുണ്ട്. നമ്മൾ കയ്യിലില്ല. നമ്മൾ മറ്റൊരു ബ്രഹ്മാണ്ടത്തിലാവുമ്പോഴേ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ദേഹം ഉണ്ടെങ്കിലേ നമുക്ക് ചിന്തിക്കാൻ തന്നെ പറ്റുള്ളൂ. മനസ്സും ജീവനും കൂടിയിട്ട് ഒരു ദേഹത്തിൽ ഇരുന്നാൽ മാത്രമേ ചിന്താശക്തി എന്ന് പറഞ്ഞ സാധനം തന്നെയുള്ളൂ. അതും ദേഹത്തിനും ശരീരത്തിനും മനസ്സിനും സ്വസ്ഥത ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതേപോലെ സംഘം എന്ന് പറഞ്ഞപ്പോൾ സ്വസ്ഥമാണ്. കാരണം മറ്റ് സംഘങ്ങളൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. പേടിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ തീ വരിക, മറ്റേ വെള്ളപ്പൊക്കം വരിക, കൊടുങ്കാറ്റ് വരിക, ഇടിമിന്നൽ വരിക, മറ്റ് ദേഹോപദ്രവികളായിട്ട് മറ്റേ മൃഗങ്ങളോ അല്ലെങ്കിൽ ചീത്ത മനുഷ്യരോ ഒക്കെ വരികയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ തിരികെ ജാതി ആനാപുലിയൊക്കെ വന്നാൽ എന്താ ചെയ്യുക? കാറ്റത്ത് മരം വീണു, നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. അപ്പോൾ ചിന്തയൊന്നുമില്ലേ. പിന്നെ രക്ഷപ്പെടാനുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അവിടെ ഈ ജ്ഞാനമൊന്നും വരില്ല. രക്ഷപ്പെടാനുള്ള ജ്ഞാനം മാത്രമേ അവിടെ ഉപയോഗിക്കുള്ളൂ. അപ്പം ഇങ്ങനെ എല്ലാറ്റിൻ്റെയും മാക്സിമത്തിലുള്ള ലാസ്റ്റ് അത് ബാക്കിയാവുന്ന എന്താ? ഈ ബ്രഹ്മമാണ്. ആ ബ്രഹ്മാര ചരമഹ യഹ സഹത്വം, അത് ഭഗവാനാ. സത് അസതഹ, ഈ സത്തിൽ നിന്നും അസത്തിൽ നിന്നും പരം. അവിടെ സത്തില്ല, അസത്തില്ല. ആ പരം അധഹ യേഷു, ഇതില് അവശേഷം ശേഷിച്ചതായിട്ടുള്ള ഋതം, ആ സത്യം യത് തത് അസി, അത് മാത്രമേ ഉള്ളൂ. ശേഷിക്കുന്നത് എന്താണ്? ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നതാണ്. ഇപ്പോൾ ശ്ലോകം വല്ലാത്തൊരു ശ്ലോകമാണ്. വ്യാഖ്യാനത്തിനാണ് കൂടുതൽ, വാച്യാർത്ഥത്തിനല്ല. ധൃതയ ഇവ ശ്വസന്ധ്യസുഭൃതോ യതി തേനുവിധ മഹദഹമാദയോണ്ടമസൃജൻ യദനുഗ്രഹത പുരുഷവിധോന്വയോത്ര ചരമോന്നമയാദിഷു സദസത പരം ത്വമഥ യഥേഷവശേഷമൃതം. ഇത് കൊട്ടുംപാട്ടൊക്കെ ആയിട്ട് നല്ല ഈണത്തിൽ ചാടിക്കളിച്ചുകൊണ്ടൊക്കെ വായിക്കാൻ പറ്റും. അതിലൊരു ആനന്ദമുണ്ട്. പക്ഷെ ഇത് ഉള്ളിലേക്ക് അർത്ഥം എടുക്കണമെങ്കിൽ അനവധി നേരം ഇരുന്ന് അത് പഠിച്ചാലേ എന്തെങ്കിലും ഒന്ന് കിട്ടുള്ളൂ. മഹാപണ്ഡിതന്മാർ പോലും പറയണത്, ഇപ്പോൾ ഗോപാലൻ നായർ പോലും ഒടുക്കം പറഞ്ഞത് കുറച്ചൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ കുറച്ച് പറഞ്ഞതിൽ പിന്നെയും കുറെ കിടക്കുന്നുണ്ട് എന്ന് ധാരാളം നമുക്ക് തന്നെ മനസ്സിലാവും. ഇപ്പം ഇതിൽ വ്യാഖ്യാനം നോക്കിയിട്ട് വായിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ ഗോപാലൻ നായർ എഴുതിയത് തന്നെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് 1.5 പേജിൽ ഉണ്ട്. അപ്പോൾ 1.25 പേജ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പം അത് ഞാൻ പറഞ്ഞിട്ടുമില്ല. അപ്പം ഇങ്ങനെ എത്രയെല്ലാം ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ ഭാഷ പ്രത്യേകമാണ്. അത് വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾക്കൊരു സ്വഭാവമുണ്ട്. നമ്മുടെ സ്വഭാവത്തിൽ ഏറ്റവും പ്രശ്നം, നമുക്ക് പറ്റില്ല വെച്ചാൽ നമ്മൾ അതിനോട് ഉപേക്ഷിക്കാൻ പറ്റും. അത് കിട്ടിയിട്ടപ്പോൾ എന്താണ്ട് ബാക്കി എന്തെല്ലാം ഉണ്ട്, ഞാനതൊന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന നിലയ്ക്ക് ചിന്തിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ അല്ലാതെ കണ്ട് ഇതിനെ കേൾക്കുക, കേട്ടിട്ട് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക, തമ്മിലൊരു സംവാദം ഉണ്ടാവുക. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് വെച്ചാൽ ചോദിക്കുക. അപ്പോൾ അറിയാവുന്നത് പറഞ്ഞു തരും, അറിയാത്തത് മറ്റുള്ളവരോട് ചോദിച്ചിട്ട് പറഞ്ഞു തരും. വോയിസ് മെസ്സേജ്, പേഴ്സണൽ വോയിസ് മെസ്സേജിൽ തരിക. നമ്മൾ ഈ കൂട്ടാൻ വയ്ക്കലും മറ്റേ ഇതൊക്കെ ധാരാളം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ നന്നായിട്ട് പറഞ്ഞു തരുന്നവരെ ആർക്കും വേണ്ടേ. ഒരു പക്ഷേ സംഘം ചേർന്നുകൊണ്ട് പറയുകയും ചെയ്യും, അതൊന്നും ശരിയല്ലാന്നേ എന്നും പറയും. നമ്മുടെ ഈ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് നിഷേധം. എല്ലാറ്റിനെയും നിഷേധിക്കുക. എന്തിനാ നിഷേധിക്കുന്നത് എന്ന് പോലും അറിയില്ല, ചിന്തിക്കാനായിട്ട് വശമില്ല. സാത്വികതയെ നിഷേധിക്കുക കലികാലത്തിലൊരു പ്രത്യേകതയാണ്. അപ്പോൾ അതിൽ ഈ സാത്വികതയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അതിനൊരു കൊമേഴ്സ്യലൈസേഷൻ ഉണ്ടാവില്ല.
ജനങ്ങൾ കാണുവെച്ചാൽ ഇങ്ങനെ ചെയ്താലേ കാണൂ എന്ന് പ്രിജുഡിസം. ഈ മൊബൈലിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നം അതാ. എളുപ്പത്തിൽ ഇങ്ങോട്ട് കിട്ടണം, ക്യാപ്സ്യൂൾ പോലെ. അങ്ങനെ ആയാലേ കാണുള്ളൂ, കേൾക്കണുള്ളൂ. അപ്പം ഇതൊക്കെ ഈ ശ്രുതിഗീതയിൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഭാഗവതം നല്ലോണം അറിയണ ഒരാൾക്ക് മാറി നിന്നുകൊണ്ട് വീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ശ്ലോകത്തെ ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ അതിനെ ഒരു പ്രഭാഷണമായിട്ട് കണക്കാക്കുക, എന്നിട്ട് അതിനെ കേൾക്കുക. ശ്ലോകം പഠിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് പഠിക്കണ്ട, ശ്ലോകവും പഠിക്കാം, അങ്ങനെ കണക്കാക്കാവൂ. അങ്ങനെ കണക്കാക്കാൻ ഇതൊരു പ്രേരണയാവട്ടെ. വാക്കുകൾ ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇപ്പം നമ്മൾ 87 അധ്യായത്തിൽ 17 ശ്ലോകമാണ് പറഞ്ഞത്. നാളെ 18 ശ്ലോകം പറയും. നാരായണ നാരായണ.